വെൽക്കം ഗൈസ്. അപ്പോൾ മണിക്കൂറിൽ $300 അല്ലെങ്കിൽ അതിന്റെ അപ്പുറം യൂട്യൂബിൽ ഏണിങ്സ് ഉള്ള തൊപ്പിക്ക് വീട്ടിലൊരു വാഷിംഗ് മെഷീൻ വാങ്ങിക്കാൻ പൈസ ഇല്ലെന്ന്. ബെസ്റ്റ് ക്രിയേഷൻ ഗൈസ്, ബെസ്റ്റ് ക്രിയേഷൻ. എല്ലാരും വെറും മണ്ടന്മാരാ എന്നാ ഞാൻ പറയത്തുള്ളൂ. കാരണം ഇപ്പൊ ട്രോൾസ് പേജിലൊക്കെ വന്നോണ്ടിരിക്കുന്ന വെറും സാഡ് ബിജിഎമ്മും കയറ്റി ഷമീറും മമ്മുവും കൂടെ പറഞ്ഞ ഡയലോഗും ഇപ്പൊ ജാസിയും വന്നിട്ട് ജാസിയും കൂടെ ഡയലോഗ് ഉണ്ടാക്കി എല്ലാ ഡയലോഗും എടുത്തിട്ട് നല്ല ബിജിഎം കയറ്റി തൊപ്പിനെ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുക. ഞാൻ പറയട്ടെ, നിങ്ങളൊക്കെ ഒരു മണ്ടന്മാരാന്നേ പറയത്തുള്ളൂ. കാര്യം അതിൽ ഒരു 50% പേരായിരിക്കും ബോധമുള്ളവര്. തൊപ്പി എന്ന് പറയുന്ന ക്യാരക്ടർ ആസ് ഒരു മൈൻഡ് ഗെയിമറാണ്. ഇപ്പൊ ഷാജാനൊക്കെ പൊങ്ങി വന്നിട്ടുണ്ടല്ലോ, എല്ലാവരും നെഗറ്റീവ്. ഇപ്പൊ സീക്രട്ട് ഏജന്റിന്റെ ഒരു വീഡിയോ പൊങ്ങി വന്നിട്ടുണ്ട്, തൊപ്പി അങ്ങനെയാണ് ഇങ്ങനെയാണ് അതിന്റെ ചേഞ്ച് ആണ്. എടാ എല്ലാരും ഒന്നും അങ്ങനെ കാണല്ല, എല്ലാരും ഒന്നും അങ്ങനെ മണ്ടന്മാരൊന്നും അല്ല. നീയൊക്കെ എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പാത്ത് അല്ലെങ്കിൽ അതൊരു വേ ആക്കി എടുത്ത് അതിൽ ഓരോ സ്ക്രിപ്റ്റ് നിങ്ങളൊക്കെ തന്നെ ചെയ്യുന്നത് സ്ക്രിപ്റ്റാണ്. നിന്നേക്കാളൊക്കെ നല്ല കഴിവുള്ള പിള്ളേർ കേരളത്തിൽ വേറെ ഉണ്ട്. ഇതൊക്കെ വെറും മണ്ടന്മാരല്ല എന്നറിയാനും ഇതാക്ക്. ഇപ്പോൾ ഇവർ മെയിൻലി ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ മെയിൻലി വേറൊരു കാര്യം പറഞ്ഞുതരാം. ഇവരുടെ ഫാമിലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരുടെ വീട് ഇങ്ങനെയാണ്, അവരുടെ വീട് ഇങ്ങനെയാണ്. കാരണം അവരെല്ലാവരും ഒരു വീട്ടിൽ വന്നവരാ. കാരണം തൊപ്പി എന്ന് പറയുന്ന ക്യാരക്ടർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അവരെവിടെയെങ്കിലും എത്തോടെ അവരുടെ കൂടെ. കാരണം അവൻ ഇവർക്ക് വേണ്ടി ലൈവ് സ്ട്രീം സെറ്റ് ചെയ്യാൻ വേണ്ടി അത് ചെയ്തു കൊടുത്ത് അത് ഫേമിന് എല്ലാ സ്ഥലത്തും കൊണ്ടുവന്നു. നമ്മളെല്ലാവരും വീഡിയോസും കാര്യം IRലെല്ലാം നമ്മളും കാണുന്നവരാണ്. അപ്പോൾ ഇങ്ങനൊരു സാധനം കൊണ്ടുവന്ന എല്ലാവർക്കും ചോദിക്കാൻ ചോദ്യങ്ങളുണ്ട്. ഇവരുടെ കൂടെ വീഡിയോ എടുക്കാൻ നിന്നത് അസ്പെക്ക് ഇവരെയൊന്നും കൊണ്ടുവന്നു. ഇവരെയൊക്കെ കുറച്ച് കഴിയുമ്പോൾ പയ്യെ കൊണ്ടുവരും. ഓരോരുത്തരെയൊക്കെ ഈ നടക്കുന്നതൊക്കെ ഫേക്ക് ആണെന്നാണ് ഞാൻ പറഞ്ഞത്. ഒരിക്കലും ഞാൻ പറയത്തില്ല ഇത് ഫേക്ക് ആണ്, ആസ് എ ഗെയിം എന്നേ പറയത്തുള്ളൂ. കാരണം ഷമീറും തൊപ്പിയായിട്ടുള്ള ബന്ധം എന്നൊക്കെ പറഞ്ഞ കുറച്ച് പേർക്കൊക്കെ അറിയാം. എന്നിട്ട് ഇപ്പൊ എനിക്ക് പറയാനുള്ള കാര്യം, ഇവരിപ്പോ തൊപ്പി ഇല്ലാത്ത സ്ഥിതിക്ക് ഇവര് പുറത്തൊരു ഗ്യാങ്ങോട്ട് ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ അത് അവരെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. കാരണം തൊപ്പി നിന്നെടുത്ത് ഹാൻഡിൽ ചെയ്യുന്ന പോലെ ഒരിക്കലും തൊപ്പി ഇല്ലാത്ത സമയത്ത് ഇവർക്ക് ഒരിക്കലും ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ മെയിൻലി അവർ ചെയ്യേണ്ട കാര്യം എന്തുവാ, ഓഡിയൻസിനെയൊക്കെ സപ്പോർട്ടിൽ കൊണ്ടുവരിക, എന്നിട്ട് ഗ്യാങ്ങിൽ തന്നെ ഒരു ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുക. സോ അപ്പോൾ ലാസ്റ്റ് തൊപ്പി എല്ലാം കഴിഞ്ഞ് തൊപ്പി ഇപ്പൊ അക്കൗണ്ടും ഒക്കെ ഡിസേബിൾ ചെയ്ത് നിൽക്കുമല്ലേ, അപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് വരാൻ നേരം ലാസ്റ്റ് ഈ ഇഷ്യൂ അങ്ങ് സോൾവ് ചെയ്യുക. അപ്പൊ ഈ നെഗറ്റീവ് പറയുന്നവരൊക്കെ നിന്ന് കൈയടിക്കും. തൊപ്പി കീജയ് എന്നേ പറയത്തുള്ളൂ, അല്ലാതെ വേറെ ഒരു കോപ്പ് നടക്കാൻ പോകുന്നില്ല. ആസ് എ മൈൻഡ് ഗ്രൈം അത്രേ ഉള്ളൂ. നിങ്ങളൊന്ന് ആലോചിക്കുക, ഷഡ്ഡി കഴിയുന്നു അല്ലെ ഷാജാനൊക്കെ എന്ന് പറയുന്നുണ്ട് അവന്റെ ഷഡ്ഡി കഴി. മമ്മൂ എന്നിട്ട് പറയുന്നത് എന്നെ കൊണ്ട് ഷഡ്ഡി കഴിച്ച് അവരെ കൊണ്ട് ചവിട്ടി മുഖത്ത്. എടാ പറ്റത്തില്ലെങ്കിൽ പണിയെടുക്കണമായിരുന്നു പോയി. അത് പോരാത്തതിന് എന്തിനു പിടിച്ചു നിന്നു? ഞാൻ ഇത്ര ചോദിക്കത്തുള്ളൂ, തൊപ്പിയുടെ എന്തിനു ഇവനൊക്കെ പിടിച്ചു നിന്നു? കാരണം വേണ്ടത് ഫേം. ഇപ്പോഴും ഞാൻ പറയും ഫേം. അവർക്ക് വേണ്ടത് ഈ സോഷ്യൽ മീഡിയയിലുള്ള റീച്ച്. തൊപ്പിയുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ റീച്ച് ആവും. അല്ലെങ്കിൽ ഇപ്പൊ ഇവന്മാർക്ക് കിട്ടുന്ന ഈ ഒരു റീച്ചും ഈ ഒരു സപ്പോർട്ടും വരാം, അത് അവൻ ഉണ്ടാക്കി തന്നെ ആണ്. പറ്റത്തില്ലെങ്കിൽ നിർത്തിയിട്ട് പോകണമായിരുന്നു. 2.5 വർഷം നിങ്ങളൊന്ന് ആലോചിക്കണം. നമ്മളൊരു കമ്പനിയിൽ കയറി നമുക്കത് പറ്റത്തില്ല. മിനിമം 1 വർഷം നിന്ന് കഴിഞ്ഞാൽ അറിയാലോ നമുക്കത് പറ്റത്തില്ല എന്ന്. എന്നിട്ട് കുറെ ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടാക്കി അത് സപ്പോർട്ട് ചെയ്ത് അവനൊന്നും കൊടുക്കുന്നില്ല എന്നല്ല. അവിടെ കഴിക്കാൻ ഫുഡും കൊടുക്കുന്നു, കിടക്കാൻ സ്ഥലവും കൊടുക്കുന്നുണ്ട്. പിന്നെ പണി എന്ന് പറയുന്നത് എന്താണ് പണി? നരകയാതന. ഇതെല്ലാം ഗെയിമാണ്, എല്ലാം പക്ക ക്രിയേഷൻ. ഓക്കെ, ചിലപ്പോൾ തൊപ്പിയുടെ പുതിയൊരു പടം വരുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ തൊപ്പി ചിലപ്പോൾ ബിഗ് ബോസ് കയറുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ നെഗറ്റീവ് കൊണ്ടുവന്നിട്ട് അതൊരു പോസിറ്റീവ് ആക്കുമ്പോൾ എല്ലാവരും അതിന് സപ്പോർട്ട് ചെയ്യാനേ നിൽക്കത്തുള്ളൂ. മനസ്സിലായില്ലേ? അതാണ് ആദ്യം വേണ്ടത്. അങ്ങനെയാണ് ഒരു ഗെയിം പ്ലേ വേണ്ടത്. നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.